പത്തനംതിട്ട തിരുവല്ലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വിവിധയിടങ്ങളിൽ റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് അന്തേവാസികളുടെ പരാതി. പത്തനംതിട്ടയിൽ നിന്നും കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അക്ഷയ്, പത്തനംതിട്ടയിലെ വിവിധ ഇടങ്ങളിൽ എന്നതുപോലെ തന്നെ തിരുവല്ലയിലും പ്രളയ സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം, പല വീടുകളിലും വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവല്ലയിലെ കാവുംഭാഗം ഭാഗത്താണ്. അവിടെ തന്നെ മതിൽ ഭാഗം എന്ന് പറയുന്ന കുറ്റൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൽ മഴ പെയ്ത് വെള്ളം കയറിയതിന്റെ ഭാഗമായി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. ഈ കുറ്റൂർ ഭാഗത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ പോലീസ് ഉൾപ്പെടെ ലോറിയിൽ ഉൾപ്പെടെയാണ് ഈ ആളുകളെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ദേവസ്വം ബോർഡ് സ്കൂൾ, അതുപോലെ തന്നെ സെന്റ് തോമസ് സ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടങ്ങളിലേക്ക് ആളുകളെ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലാണെങ്കിൽ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയേക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇരുട്ടുന്നതോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ക്യാമ്പിനകത്തും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വലിയ പരാതിയായി ഉയർന്നു വരുന്നത്. രാവിലെ ചില ദേവമാത ഉൾപ്പെടെയുള്ള ചില വേങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ നിന്ന് രാവിലെയും ഉച്ചയ്ക്കും ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ വലിയ പരാതിയായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. പലയിടങ്ങളിലും അധികൃതർ വലിയ അനാസ്ഥ ഈ ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നതാണ് വലിയ ആക്ഷേപമായി ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് രാവിലെ മഴ മാറി നിന്നിട്ടുണ്ട് എങ്കിൽ പോലും രാത്രിയാകുന്നതോടുകൂടി ഈ തിരുവല്ല മേഖലയിൽ ഉൾപ്പെടെ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഴിയാർ ഡാം നേരത്തെ തന്നെ രാവിലെ മുതൽ തുറന്നുവിട്ടത് കാരണം തന്നെ ഈ ഡാമിൽ നിന്നുള്ള ജലം ഈ ഇടങ്ങളിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ഉൾപ്പെടെ എത്തുന്നതോടുകൂടി ജലനിരപ്പ് വീണ്ടും ഉയരുന്നു എന്നുള്ളതാണ് വലിയ ഭയാശങ്കകളോടെ ആളുകൾ കാണുന്നത്. അക്ഷയ്.